അൽഹംദുലില്ലാ അന്ന് കൊറേ സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം പൂവണിഞ്ഞൊരു ദിവസമാണ്. കാരണം ഓരോ ഫ്ലവർ കാണുമ്പോ എന്റെ മനസ്സിൽ ഓരോ ലഡ്ഡുവാന്ന് പൊട്ടുന്നത്. അൽഡുവിന്റെ മംഗളം എന്ന് പറയും. എന്ത് രസാ കാണാൻ. ഒരു അള്ള ഓരോന്ന് സൃഷ്ടിച്ചത് എന്തെല്ലാം സുന്ദരമായിട്ടാണ്. അതിൽ ഓരോരോ മനുഷ്യർക്ക് കഴിവ് വെറൈറ്റി പുഷ്പങ്ങളുടെ നേരത്തെ വെച്ചിട്ടുണ്ട്. അതൊരു മനുഷ്യൻ നമ്മളെ കൊടുത്ത കഴിവല്ലേ. ഇങ്ങനെ ഉണ്ടാക്കണം, അങ്ങനെ ഉണ്ടാക്കണം, ഇത് ഉണ്ടാക്കിയിട്ട് മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്തോണ്ട് എത്ര വർഷം ഇവിടെ വരുന്ന ഒരാൾ പോലും പുറത്ത് ആൾക്കാരും ഇരിക്കുന്നില്ല, ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ല. അവര് വളം ഇട്ടിട്ടൊന്നും ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല. നമ്മളെ നാട്ടിലാണ് എന്താവും. നിങ്ങളെ സബ്സ്ക്രൈബർ ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളെ ബഹാനിയ ഇവിടെ വന്നതിന് ശേഷം തിന്നാ കിടക്കാൻ ഉറങ്ങുക. പിന്നെ ഇന്ന് ഉച്ചക്ക് ബിരിയാണി വെച്ച ഞാനല്ലേ. നല്ല ബീഫ് ബിരിയാണി നല്ല ഇഷ്ടപ്പെട്ടു. രാവിലെ പുട്ടുണ്ടാക്കി പറയുന്നുണ്ടായി. നല്ല ചോറ്, നല്ല ബീഫ് നല്ല പറയുന്നുണ്ടായിരുന്നു. ബീഫ് കുറച്ച് വന്നിട്ടില്ല. എന്നാലും റൈസ് നല്ല രസമായിരുന്നു. ബീഫ് കൊണ്ടുതന്നെ എപ്പാന്നറിയാം, പള്ളിന്ന് കീഴിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നിങ്ങൾ ചിന്തിക്കൂ ഗായ്സ്, ഞാൻ ആയതുകൊണ്ടല്ലേ ബീഫ് വെച്ചു കൊടുത്തത്. നിസ്കാരം കഴിഞ്ഞിട്ട് ആരും ഫുഡൊക്കെ അല്ലേ? അങ്ങോട്ട് മണിക്കൊന്നും ആരും കിട്ടില്ല. എന്താ നിസ്കാരത്തിന് മുമ്പാ? വെള്ളിയാഴ്ച ഉച്ചക്ക് പള്ളിന്ന് കീയുമ്പോ ചോറ് മേശയിൽ വിളമ്പി വെക്കും. അങ്ങനെയാ, ഞാൻ അങ്ങനെയാണ്. ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല. എല്ലാരും അങ്ങനെ ഇന്ന് കുറച്ച് ലേറ്റ് ആയി പോയി ബീഫ് കൊണ്ടുവരാന്. അതുകൊണ്ടാണ് എന്നിട്ട് മനഃപൂർവ്വം നീ ബേക്കാതെ തന്നാണ് കിട്ടോട്ട്. എപ്പോഴും ഒരു 7 കൂക്കലുണ്ട്, ഇന്നൊരു 8 കൂക്കി. എന്നിട്ടും വന്നിട്ടില്ല. ആള് കൂടിയാ പാമ്പ് ചാവൂലെന്ന് പറഞ്ഞാലേ. കുക്കർ ഇപ്പൊ ഇടക്കിടക്ക് തള്ളൊരു ഇതെല്ലാം വരുന്നുണ്ട്. കോമഡിയിലും വരുന്നു. തള്ളെന്ന് പറയൂ. നീ ഉണ്ടാമല്ലോ കോമഡി പറയായോ. അത് 10 ദിവസം ഞാൻ പോകുമ്പോ ചിന്തിക്കണോ ആ കോമഡിയല്ലോ. ആവുന്നില്ലേ, വെറുതെ പറയുന്നത്. ഫോണൊന്നും അധികം വിളിക്കേയില്ല. ഫോണ് വിളിക്കേയില്ല, വീഡിയോ കോള് മാത്രമേ വിളിക്കാറുള്ളൂ. ഓരെന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ ഓറെ വിളിച്ചടങ്ങാറാക്കും. ഒക്കെ വിളിച്ചോടുക്കണം. എന്താക്കി. അപ്പൊ എന്നോട് പറയും, ഇപ്പൊ കുറച്ച് സമയം മുന്നേ ഞാൻ എന്നോട് എന്താക്കിന്നാ പറഞ്ഞത്. അതന്നെ ഞാൻ ഇപ്പൊ ആക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട്. ചോദിക്കുമ്പോ ഒരു സുഖല്ല. പണ്ടേ കൊറേ ആള് ചോദിക്കാതെ ബ്ലോഗൊന്നും എടുക്കുന്നില്ല, പിന്നെ വീഡിയോ ഒന്നും കാണുന്നില്ല. അത് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ അത് പറയാം. ബ്ലോഗ് എടുക്കാത്തതിന്റെയും പിന്നെ വീഡിയോസ് ഇടാത്തതിന്റെയും ഇപ്പത്തെ വീഡിയോസിൽ വരുന്ന പ്രശ്നങ്ങളും കുറച്ച് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാല് നമ്മള് ബ്ലോഗ് ഇടാത്തെന്ന് വെച്ചാൽ ഒന്നുമല്ല, പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓവറായിട്ടുള്ള യൂട്യൂബില്ലാത്തോണ്ട് മൂഡില്ല. മാത്രമല്ല നമ്മൾ അധികം വീഡിയോസ് ഒന്നും വേണ്ട. നമ്മൾ ആവശ്യത്തിനുള്ള വീഡിയോസ് തോന്നുന്നു. കാരണം മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ തന്നെ തോന്നുന്നു വേണ്ട, വെറുപ്പിക്കലല്ലേ ജനങ്ങളെ എന്നുള്ള എനിക്ക് തന്നെ തോന്നുന്നു ചില സമയം. പിന്നെ ഇതെല്ലാം ഒരു മെമ്മറീസ്. ഞാൻ ആരും കണ്ടില്ലെങ്കിൽ ഞമ്മക്ക് നാളെ കാണാനും ഇതൊക്കെ. പിന്നെ ഇപ്പൊ കുറേ ആൾക്കാർ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. കുറേ ഇഷ്യൂസ് യൂട്യൂബിൽ വരുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ കമന്റ്സിൽ ഇൻസ്റ്റയിൽ എനിക്കും വരുന്നുണ്ട്. ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യോ, ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തോ. കുറെ ആളെ വിവാദത്തെ കുറിച്ച് വീഡിയോ. ഞാൻ പറയട്ടെ, നിങ്ങളൊരു യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങളത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകും. നിങ്ങൾ ഇത് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായാലും അവരെ ഓവറായിട്ട് നിങ്ങൾ അവരെ തന്നെ ടാർഗറ്റ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തൊക്കെയോ ഇഷ്യൂസ് വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു അവരെ സപ്പോർട്ട് ചെയ്യണം. അവർ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് യൂട്യൂബ് തുടങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യണം. അല്ല നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആ വീഡിയോയിൽ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും വൃത്തിയില്ലായ്മ, അതെല്ലാം നമ്മളെ തെറ്റി നമ്മളെ കയ്യിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാം. അല്ലാണ്ട് അവരെ പേഴ്സണൽ ലൈഫിലേക്ക് നിങ്ങൾ പോകുമ്പം അവരായാൽ പോലും നിങ്ങളെ ഒരാൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളെല്ലാം കാണിക്കുമ്പോൾ നമ്മളെ പ്രേക്ഷകർ എന്തായാലും ചോദിക്കും. അവരെന്താ സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ചോദിക്കും, എന്തേ നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യും, ഇങ്ങനെ. അത് നിങ്ങളെ ലൈഫ് നിങ്ങൾ മൊത്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളെ ലൈഫ് ഇപ്പൊ എന്നോട് തന്നെ ഒരുപാട് ആക്കുന്നു. യൂട്യൂബിൽ വന്ന് 1 വർഷം കഴിയുമ്പോൾ എല്ലാവരും ഡൈവേഴ്സ് ആവും, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് പറയും, അല്ലെങ്കിൽ വേറെന്തെല്ലോ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ നോക്കും. റോങ് ആയിട്ടുള്ള ടൈറ്റിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, നമ്മളതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മളൊരു സന്തോഷം മാത്രമാണ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, നമ്മൾ തമ്മിൽ തല്ലുകൂടും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വന്നിട്ട് എന്റെ നജീബ് കാറ് മക്കളെയും എന്നെയും ഉപേക്ഷിച്ചു പോയി അങ്ങനെല്ലാം പറയാൻ പറ്റും. നമുക്ക്
അല്ല നമ്മള് തമ്മിൽ തെറ്റി, നമ്മള് തമ്മിൽ പിരിഞ്ഞ്, നമ്മള് തമ്മിൽ ഇല്ലാണ്ടായിപ്പോയി, നമ്മളെ ഓരെന്നെ അടിച്ച്, ഞാൻ ഓരടിച്ച്. ഇത് എന്ത് കണ്ടന്റാ നിങ്ങൾ ആവശ്യമില്ലാത്ത കണ്ടു. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇഷ്യൂസ് വന്നിട്ട് പ്രണവ് പ്രവീൺ അവരൊക്കെ വീഡിയോസ് ഞാൻ ഡെയിലി കാണുന്നോളാം, ഞാൻ കാണുന്നോളാം. എനിക്ക് ഇഷ്ടമാണ് അവരുടെ ലൈഫ്. ഭയങ്കര അവരെ പ്രശ്നങ്ങളാകുമ്പോൾ എനിക്ക് തന്നെ അത് ചെയ്യും. അത് അങ്ങനെ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും പബ്ലിക്കിൽ വരണ്ടായിരുന്നു പറയാം. അങ്ങനെ ഇപ്പൊ കുറേ വരുന്നുണ്ട്. ഷാജി അതൊന്നും എനിക്ക് ആരാന്നൊന്നും അറിയില്ല. അവരൊന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരെ കുറിച്ച് പിന്നെ നമ്മൾ ഒരാളെ ബ്ലോഗ് കാണുന്ന വെച്ചാൽ നമുക്കൊരു അവരെ വീഡിയോഗ്രാഫിങ്ങും അവരെ കണ്ടന്റും അവരെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി നോക്കണമെങ്കിൽ മറ്റുള്ള ആളെ വീഡിയോസ് നമുക്ക് കാണാം. പിന്നെ കുറെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് അല്ലത് അവരെ ജോലിയാണ്. നിങ്ങൾ തെറ്റായ വീഡിയോ ചെയ്യുമ്പോൾ അതിനെടുത്ത് അവർ പൊടിയും. അത് ഓരോ സമയത്ത് ഓരോരോ കണ്ടന്റ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ള ലൈഫ് താരതമ്യം ചെയ്യണം. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെയാണ്, എല്ലാ വീഡിയോസ് ചെയ്യുന്നവർ അങ്ങനെയല്ല. അതിൽ 100-ൽ ചിലപ്പോൾ 10 പേര് അങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ 90 പേര് അങ്ങനെ ആയിരിക്കും. 10 പേരെങ്കിലും നോർമൽ ഒന്നിനുമില്ല നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന 10 പേരെങ്കിലും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ആ 10 പേരിൽ ഒരാളാവാനാണെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം വെറുപ്പിക്കാതെ നമുക്ക് ഡെയിലി കണ്ടന്റ് ഇട്ടിട്ടുള്ള വരുമാനം നമുക്ക് വേണ്ട. നമുക്ക് വരുമാനം എന്നുള്ളത് അങ്ങനെ രീതിയിലുള്ള വേണ്ട. നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഇഷ്ടമാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ആൾക്കാർ അംഗീകരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഏർണിങ്സ് കിട്ടുന്നുണ്ടായിരുന്നു, കിട്ടുന്നില്ല എന്നല്ല. പക്ഷെ ഏർണിങ്സ് മാത്രമല്ല നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളാരും വെറുക്കാൻ പാടില്ല. ഒന്നാമത് സ്കൂളും പിന്നെ കുട്ടികളെ നോക്കുന്ന എല്ലാം നമ്മൾക്ക് സമയം കിട്ടുന്നില്ല. അല്ല വെറുക്കാൻ പാടില്ല. നമ്മളിപ്പൊരു വീഡിയോ ഇട്ടത് കൊണ്ട് ഒരിക്കലും നാളെ നമ്മളെ കാണുമ്പോൾ അത് ആ പെണ്ണ് അങ്ങനല്ലേ, ആ ചെക്കൻ അങ്ങനല്ലേ, അങ്ങനെ വെറുക്കാൻ പാടില്ല. ഇപ്പൊ ഒരുപാട് ആൾക്കാരെ വീഡിയോസ് ആ രീതിയിലാ പോകുന്നത്, വെറുത്തു പോവുകയാണ്. നമുക്ക് തന്നെ ഇപ്പൊ ഞാൻ തന്നെ കാണുന്ന ഒരാളുടെ വീഡിയോസ് ഞാൻ കാണൽ നിർത്തി. ഓരോരോ കുഞ്ഞു കാര്യങ്ങളും കണ്ടന്റ് ആക്കിയിട്ടിടുന്ന ഇട്ടോട്ടെ, ഒരു ഏർണിങ്സ് ആണ്, പ്രശ്നമില്ല. പക്ഷെ അതൊരു വെറുപ്പായിട്ടും ഒരു നെഗറ്റീവ് ജനങ്ങൾക്കുള്ള നെഗറ്റീവ് ഒരു മെസ്സേജ് ആയിട്ട് നമ്മുടെ വീഡിയോ ഒരിക്കലും ഒരു നെഗറ്റീവ് മെസ്സേജ് ആവരുത്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും വീഡിയോ ചെയ്യാം, തമ്മിത്തല്ലാതിരിക്കുക. നിങ്ങളെല്ലാരും ഈ യൂട്യൂബ് മറ്റേ യൂട്യൂബിനെ പറഞ്ഞ് മറ്റേ യൂട്യൂബർ ഈ യൂട്യൂബറെ പറഞ്ഞ് നിങ്ങൾ തന്നെ സ്വയം ചെറുതാവാ. നിങ്ങൾ ചെറുതാവണ്ട. എന്തിനാണ് അവർക്ക്? അപ്പൊ പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലത് നോക്കി സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവരെ വീഡിയോയിലെ കണ്ടന്റോ കാര്യങ്ങളോ ഉൾക്കൊള്ളാൻ പറ്റും, നിങ്ങൾ കാണണ്ട. പിന്നെ നിങ്ങൾ ഇനി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് വരുന്ന ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, കുറെ സഹായിക്കണം എന്നല്ല പറഞ്ഞിട്ട്. നമുക്ക് അങ്ങനെ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ചാല് നമ്മളെ പോലെ തന്നെ ഇവര് എത്ര പേർക്ക് അയക്കുന്നുണ്ടാവും. അപ്പൊ കുടിക്കുന്നുണ്ടായ മെസ്സേജസ് വരുന്നുണ്ട്, കൊടുക്ക് മെസ്സേജസ് വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ വീഡിയോന്റെ അടിയിൽ തക്കോ എന്റെ കുട്ടികളെ കിട്ടാണ്ട് പോയെന്ന് ചോദിച്ചു. കൊടുത്തേ വേറെ തരും, എനിക്ക് വേറെ മേടിച്ചു തരും, പുതിയത് വേണം. ഈ ഉമ്മുട്ടീനെ കൂട്ടിയത് ഞാൻ ഭയങ്കര അലമ്പാക്കി. ബാച്ചുട്ടിനെ കൂട്ടായിരുന്നു, അല്ല റിൻഷാനെ കൂട്ടായിരുന്നു. ഈ പ്രാവശ്യം വന്ന് 3 ദിവസം ഉമ്മുട്ടി ഭയങ്കര അലമ്പേനു. പിന്നെ ബാക്കിയുള്ള ആളെ കൂട്ടാത്ത ബാക്കിയുള്ള ആളെ കൂട്ടാത്ത എന്തെന്ന് ഞാൻ ചോദിച്ച് കമന്റ് ഉണ്ട്. എങ്ങനെ മനസ്സുവന്ന് അങ്ങനെ ഒന്നും പറയണ്ട. അവരെ കൊണ്ടുവരേണ്ട സമയത്ത് അവരെ കൊണ്ടുവന്ന് നമുക്ക് നമ്മളെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് മക്കളെ എങ്ങനെയാണ് ഒരുപാട് എല്ലാം ഇങ്ങനെ ചെയ്തിട്ട് അവർക്കൊരു നിലയില്ലാതെ ഞാൻ ആക്കില്ല. എനിക്കിപ്പം ഇവരെ രണ്ടുപേരും കൊണ്ടുവന്ന് നോക്കാനാണ് ഇപ്പൊ പറ്റും എനിക്കറിയാം. പിന്നെ ഉമ്മാവുണ്ട്, അവരെ നോക്കണം, ഇവര് നോക്കണം. അവര് ഒന്നിച്ചാകുമ്പോഴേക്ക് നമുക്ക് ഈ ഒരു സർക്കിളിലെ പറ്റുള്ളൂ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ മക്കളെ കൊണ്ടുവന്നു, മക്കളെ ഒഴിവാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മക്കളെ കൊണ്ടുവന്ന് ബ്ലോഗ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇനി വരുമ്പോ എന്റെ ഉമ്മാനൊക്കെ കൊണ്ടുവരും ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയില്. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നത്, നെജിച്ചാകെ കുറെ ആളെ മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്കും മെസ്സേജ് അയക്കും. നമ്മൾ ഇൻസ്റ്റയിൽ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, അത് ചെയ്യണം, ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത്, നിങ്ങൾ അഡ്രസ്സ് അയച്ചു കൊടുക്കുന്നത്, നിങ്ങളെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ അതൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മൾ എന്താ ജെനുവിനാന്ന് നിങ്ങൾക്ക് അറിയില്ല. നമ്മൾ എത്രത്തോളം ജെനുവിനാന്ന് നിങ്ങൾക്ക് ഒന്നും നിങ്ങൾക്ക് നമ്മളെ കുറിച്ച് അറിയില്ല. നമ്മൾ ഈ കാണുന്നത് മാത്രമാണ്. നമുക്കും അറിയില്ല. നമ്മൾ എന്തായാലും നിങ്ങളിപ്പോ 10 ലക്ഷം അയക്കുക, 5 ലക്ഷം അയക്കുന്നത് നമ്മൾ അയക്കില്ല, എന്തായാലും അയക്കില്ല. നിങ്ങൾ ജെനുവിൻ ആണോ അതിന് ഫേക്ക് ആണോ പറ്റും. അല്ലാണ്ട് നമുക്കൊന്നും ഇപ്പൊ എനിക്കായാലും കുറെ മെസ്സേജസ് വരുന്നുണ്ട്, അത് ഫോട്ടോസ് അയച്ചിരുന്നു, വീഡിയോസ് അയച്ചിരുന്നു, നിങ്ങൾ കൂടുതൽ ചാറ്റ് ചെയ്യുന്ന, കോള് വിളിക്കുന്നു, ഒന്നും കിട്ടില്ല. നമ്മൾ ഓവറായിട്ട് ഇതിൽ ഇറങ്ങുന്നില്ല. നമ്മളെ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകും. എങ്ങനെയാണോ നമ്മളെ ലൈഫ് അതുപോലെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ ഓവറായിട്ടും ഇല്ല, കുറച്ചും ഇല്ല. ഇതാണ് ഞങ്ങളുടെ ലൈഫ്. ഇതിങ്ങനെ അങ്ങ് കൊണ്ടുപോകും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോളൂ. ഇനി ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് ഒക്കെ ഒരു പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, മക്കൾ അങ്ങനെ ഞാനിങ്ങനെ.
അതങ്ങനെ തന്നെ അങ്ങനെയുള്ള നമുക്ക് അങ്ങനൊന്നുമില്ല. നമുക്ക് മാക്സിമം സപ്പോർട്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ബാക്കിയുള്ള ആളെ വീഡിയോസ് നോക്കുമ്പോ നമ്മളെ വീഡിയോ അൽഹംദുലില്ലാ, കാരണം വെച്ചാല് ഒരാളെ കമന്റ്സ്, കാരണം ഒരു വളർച്ചയാണ്, പെട്ടെന്ന് ഒരു വളർച്ച, ഒരുപാട് പൈസ വരുമ്പില്ലേ ആൾക്കാരൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ യൂട്യൂബിൽ ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം ഒരു യൂട്യൂബ് ഇടുന്നു, വീഡിയോ ഇടുന്നു, കുറെ തമ്മിൽ കൊടുക്കുന്നു, ഭയങ്കര വ്യൂസും ഭയങ്കര പൈസയും വരുന്നു. അതേ ആൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ചേഞ്ച് ആയി, കോലം മാറി, രൂപം മാറി, സംസാരം മാറി, കണ്ടന്റ് മാറി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇതെല്ലാം വിശേഷം. നല്ലൊരു എപ്പിസോഡായിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.